ഞാനേ ഇപ്പം വീടിന് വെളിയിൽ മുറ്റത്തിരിക്കുകയാണേ. ഇതാ എൻ്റെ ബാക്കിൽ കണ്ടോ കുറച്ച് കുപ്പികളും പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത്. അതെല്ലാം എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ചെടികൾക്കും വേണ്ടതായിട്ടുള്ള സ്ലാറിയും ഫിഷ് അമിനോ ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലും ഒക്കെ അടുക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണിക്കുന്നതിന് വേണ്ടിയല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീടിനകത്ത് നോക്കിയപ്പോൾ അമ്മയെ കാണാനില്ല. എന്ത് ചെയ്യുന്നെങ്കിലും നോക്കി മുറിയുടെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെ കാലൊക്കെ അതിനകത്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് കാര്യം പിടികിട്ടി എന്താണെന്നുള്ളത്. അന്നേരം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി വന്നതാണ്. അത് പറയുന്നതിന് വേണ്ടിയും വലിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അന്നേരം ഓർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ വന്നു, ഇതുകൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഇരിക്കുന്നത് കണ്ടോ, നിങ്ങൾ ഓർക്കണ്ട ഇങ്ങനെ ഇരിക്കുന്നെന്ന് വരില്ലോ. അയ്യോ പാവമെന്ന് ഓർക്കല്ലേ കേട്ടോ. കാര്യം നല്ല ഇങ്ങനെ ഇരിക്കുന്നെന്ന് വരിലും ഒരു മിനിറ്റ് ഇരിക്കത്തില്ല. നല്ല ആരോഗ്യത്തിൽ തന്നെ ഓടി നടന്ന് പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനെന്താ അമ്മ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കാലൊക്കെ വെച്ചിരിക്കുകയാണ് കണ്ടോ. പെഡിക്യൂർ ചെയ്യുമായിരുന്നു കേട്ടോ. കാര്യം ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കാലിൻ്റെ നഖം വെട്ടുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അപ്പം നഖമൊക്കെ ഇങ്ങനെ അകത്തോട്ട് ഇറങ്ങി വേദനയൊക്കെയാണെന്ന് പറഞ്ഞപ്പം പെഡിക്യൂർ ചെയ്യുവാണ്. ഈ വെള്ളത്തിനകത്ത് ഷാമ്പു ഉണ്ട്, ഉപ്പുണ്ട്, നാരങ്ങാനീരുണ്ട്, എല്ലാം കൂടെ ഒഴിച്ച് ചൂടുവെള്ളമാണേ. ഞാനിവിടെ കുറച്ച് കിറ്റൻ സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരം ഓർത്തു എന്നാൽ ഒരു വീഡിയോ ചെയ്യാവുന്നുണ്ടോ. കാലൊക്കെ എവിടേക്കോ ഈ ഓടി നടക്കുന്നതിനിടയ്ക്ക് എവിടേക്കോ കൊണ്ട് ചതഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പറയും ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. കളറൊന്നും മാറത്തില്ല. ഇങ്ങനെ ചതഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഈ നഖമൊക്കെ അകത്തോട്ട് വളർന്ന് കയറി നല്ല വേദനയായിരുന്നു. രാത്രിയാകുമ്പോൾ നല്ല വേദനയാണ്. അതിനിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. അത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ ആയതേ. നല്ലപോലെ എല്ലാം ക്ലീൻ ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലും അമ്മമാരും അതുപോലെ പ്രായമുള്ള അച്ഛന്മാരും ഒക്കെ ഉണ്ടെന്ന് വരില്ലേ. ഒത്തിരി പ്രായമാകണമെന്നൊന്നും ഇല്ല. ചിലർക്ക് ഇങ്ങനെ കുഞ്ഞ് നഖം വെട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ മക്കളുടെയും മരുമക്കളൊക്കെ ഉണ്ടെന്ന് വരി അവരുടെ കടമ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നഖത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാലിനൊക്കെ വല്ല വേദനയോ നീരോ ഒക്കെ ഉണ്ടെന്ന് വരിയിൽ ഇച്ചിരി കുഴമ്പിട്ട് തിരുമിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കടമയാണ് കേട്ടോ. നമ്മളതൊന്നും ഉപേക്ഷ വിചാരിക്കാതെ ചെയ്തു കൊടുക്കുക. ഇപ്പം വെറുതെ ഞാനിങ്ങനെ ഇരുന്ന് പെഡിക്യൂർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു അതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. എത്രയോ വീടുകളിൽ അങ്ങനെ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. കാലിൻ്റെ നഖം വെട്ടുന്നതും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. ഇത്രയും ഒന്ന് പറയുന്നതിന് വേണ്ടി മാത്രമേ ഇപ്പം ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്തതേ.